പരിശീലനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഛായാഗ്രാഹകനായി സിനിമയിൽ പ്രവർത്തനം തുടങ്ങി. അധികം വൈകാതെ തന്നെ ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രതിഭാശാലിയായ ക്യാമറാമാൻ എന്ന പേരും നേടി. അദ്ദേഹത്തിന്റെ ഫ്രെയിമുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. വെളിച്ചവും നിഴലും അദ്ദേഹം ഉപയോഗിച്ച രീതി അന്നത്തെ കാലത്ത് പുതുമയായിരുന്നു. ഒരു കഥാപാത്രം ഒന്നും പറയാതെ തന്നെ അയാളുടെ മനസ്സിലെ വികാരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ക്യാമറയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. ഇന്ന് നമ്മൾ സാധാരണയായി കാണുന്ന പല ദൃശ്യ സങ്കേതങ്ങളും അന്ന് വലിയ പുതുമയായിരുന്നു. ആ പുതുമകളുടെ മുൻനിരയിൽ നിന്ന ആളായിരുന്നു എ വിൻസെന്റ്. 1950കളുടെ അവസാനവും 60കളുടെ തുടക്കവും തമിഴ് സിനിമയിൽ പുതിയൊരു തലമുറയുടെ ഉദയകാലമായിരുന്നു. ആ കാലഘട്ടത്തിൽ സംവിധായകൻ CV ശ്രീധർ യാഥാർത്ഥ്യബോധമുള്ള പ്രണയകഥകളിലൂടെ ശ്രദ്ധ നേടുകയായിരുന്നു. ആ സിനിമകൾക്ക് ദൃശ്യഭംഗി ഒരുക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് എ വിൻസെന്റിനെയായിരുന്നു. കല്യാണ പരുസു, വിധിവെള്ളി, തേൻനിലാവ്, നെഞ്ചിലൊരു ആലയം, കാതലിക്ക നേരമില്ലേ തുടങ്ങിയ ചിത്രങ്ങളിലെ ഛായാഗ്രഹണം എ വിൻസെന്റിനെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ക്യാമറാമാൻമാരിൽ ഒരാളാക്കി മാറ്റി. അക്കാലത്ത് ഔട്ട്ഡോർ ചിത്രീകരണം, സ്വാഭാവിക വെളിച്ചത്തിന്റെ ഉപയോഗം, വികാരങ്ങളെ ക്യാമറയിലൂടെ അവതരിപ്പിക്കുന്ന രീതി എന്നിവയിൽ അദ്ദേഹം കൊണ്ടുവന്ന പുതുമകൾ വലിയ ചർച്ചയായി. എ വിൻസെന്റിനെ കുറിച്ച് സഹപ്രവർത്തകർ പിന്നീട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുക മാത്രമായിരുന്നില്ല, ഓരോ രംഗവും സംവിധായകന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കുമായിരുന്നു. ഒരു കഥാപാത്രം എവിടെ നിൽക്കണം, ക്യാമറ ഏത് ഉയരത്തിൽ വേണം, വെളിച്ചം ഏത് ദിശയിൽ നിന്ന് വരണം, ഇതെല്ലാം അദ്ദേഹം വളരെ സൂക്ഷ്മമായി ആലോചിക്കുമായിരുന്നു. അതിനാലാണ് പലരും അദ്ദേഹത്തെ സംവിധായകന്റെ മനസ്സുള്ള ഛായാഗ്രാഹകൻ എന്ന് വിശേഷിപ്പിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിഹാസ താരങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ തുടർന്ന് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.